നമസ്കാരം. IFPHന്റെ 1352 ദിവസത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. അതായത് ലോക മാതൃദിനത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ പ്രത്യേക പരിപാടിയാണ്. ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായി നമ്മുടെ ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് ഡോക്ടർ ഷീബ റാണി ക്ഷണിക്കുന്നു. ഷീബ റാണി കേൾക്കാമോ? കേൾക്കാം. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടി ഞാൻ ശാന്തി അറിയണമേ. ഭൂമി അമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങൾ മനസ്സിലെഴുതേണമേ. അടുത്തതായി ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഡോക്ടർ ശൈല ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക മാതൃദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയാണ് സൂം മലയാളം സെഷനിൽ നടക്കുന്നത്. ഇതിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുള്ളത് ശ്രീമതി ഊർമിള ഉണ്ണി മാഡമാണ്. ശ്രീമതി ഊർമിള ഉണ്ണി മാഡത്തിനെ നമുക്ക് എല്ലാവർക്കും പരിചിതയായ ഒരു വ്യക്തിത്വമാണ്. 1988 മുതൽ അവർ സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും എല്ലാം സജീവമായ സാന്നിധ്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ അവർ നല്ല നർത്തകി കൂടിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും അതിൽ സിനിമയിലും സീരിയലിലും എല്ലാം കൂടുതലും മാതൃവേഷങ്ങളാണ് അവർ കൂടുതലായി ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ തന്നെ നമുക്ക് ഇന്ന് ഉദ്ഘാടനത്തിന് കിട്ടിയത് വളരെ സന്തോഷമായി ഞാൻ കരുതുന്നു. എന്തായാലും നമ്മുടെ ഊർമിള ഉണ്ണി മാഡത്തിനെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. അടുത്തതായി നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ സൂമിന്റെ ഒരു അമ്മ കൂടിയായ രമാദേവി അമ്പാടി മാഡമാണ്. എൻ്റെ അമ്മ സ്ഥാനത്ത് കാണുന്ന വ്യക്തി കൂടിയാണ്. എന്തായാലും മാഡത്തിനെയും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. അടുത്തതായി നമുക്ക് 3 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഒരുപാട് മനുഷ്യർക്ക് അമ്മയാവാനുള്ള ഒരു അവസരം കൊടുത്ത 2 വ്യക്തികളാണ് അമ്പാടി മാഡവും ശാന്താചന്ദ്രൻ മാഡവും. അതില് ശാന്താചന്ദ്രൻ മാഡമാണ് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായി എത്തുന്നതിലൊരു വ്യക്തി. അപ്പം ശാന്താചന്ദ്രൻ മാഡത്തിനെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഹോമിയോപ്പതി ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ ജമുന മാഡമാണ്. നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായിരുന്ന ഡയറക്ടർ ആയിരുന്നു ജമുന മാഡം. ജമുന മാഡത്തിനെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഡോക്ടർ ശ്രീവിദ്യയാണ്. പ്രൈവറ്റ് പ്രാക്ടീസിൽ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം അമ്പാടി മാഡത്തിനെയും നമ്മുടെ ശാന്താചന്ദ്രൻ മാഡത്തിനെയും ഓർമ്മ വരുന്ന പോലെ ഗവൺമെന്റ് സെക്ടറിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന മുഖം ശ്രീവിദ്യ ഡോക്ടർക്കുള്ളതാണ്. എന്തായാലും ശ്രീവിദ്യ ഡോക്ടറെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
പിന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നന്ദി പറയാനായി എത്തുന്നത് നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത മറിയാമ്മ ജോൺ ഡോക്ടറാണ്. ഡോക്ടറെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈശ്വര പ്രാർത്ഥന പാടിയ ഷീബാറാണി ഡോക്ടറെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ മോഡറേറ്റർ ഡോക്ടർ മനോജ് ഡോക്ടറെ ഞാൻ വളരെ സന്തോഷപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് പ്രധാന ആയിട്ടുള്ളത് നമ്മുടെ ഓഡിയൻസ്, അത് സൂമിൽ പങ്കെടുത്തിരിക്കുന്ന ബഹുമാന്യരായ ഡോക്ടേഴ്സ് ഉണ്ട്, ഹോമിയോപ്പതി സ്നേഹികളുണ്ട്. എല്ലാവരെയും ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അതെ, കലാകാരന്മാർ എപ്പോഴും ഔഷധം പോലെയാണ്. സമൂഹത്തിന് വളരെയേറെ വ്യഥകളിൽ നിന്നും പലപ്പോഴും താൽക്കാലികമായും സ്ഥിരമായും ശാന്തി നൽകാൻ കഴിവുള്ളവർ തന്നെയാണ് കലാകാരികൾ, പ്രത്യേകിച്ച് ഗായകർ, നർത്തകികൾ, സിനിമാ താരങ്ങൾ എല്ലാവരും തന്നെ. അങ്ങനെയുള്ള അഗ്രഗണ്യായ ശ്രീമതി ഊർമിള ഉണ്ണി മാഡത്തെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യൂ മാഡം, അൺമ്യൂട്ട് ചെയ്യൂ. ഇവിടെ താഴെ ഒരു മൈക്കിന്റെ സൈൻ തൊട്ടാൽ മതി മാഡം. കോഹോസ്റ്റ് ആക്കാൻ പറ്റും. കോഹോസ്റ്റ് ആണ് മാഡം. അൺമ്യൂട്ട് ചെയ്യാം. മൈക്കിന്റെ മൊബൈലിലെ താഴെയായിട്ട് ഒരു മൈക്ക് സൈൻ അവിടെ തൊട്ടാൽ മതി മാഡം, താഴത്തെ ഭാഗത്ത്. വീഡിയോയും ഓഡിയോയും അപ്പുറം ഉണ്ട് മാഡം, അതങ്ങ് പ്രസ് ചെയ്താൽ മതി. മാഡത്തിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല മാഡം. കേൾക്കുന്നില്ല മാഡം. ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കോ? അൺമ്യൂട്ട് ചെയ്യണം മാഡം. മൈക്കിന്റെ സിമ്പലിലൊന്ന് പ്രസ് ചെയ്തേ. കേൾക്കുന്നില്ല. മൊബൈലിന്റെ താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് കോർണറില് ആ മാഡത്തിന്റെ പടത്തിലൊന്ന് തൊട്ടേ, തൊടുമ്പോഴത്തേക്ക് അതിന്റെ താഴെ മ്യൂട്ട് സ്റ്റോപ്പ് വീഡിയോ ഒക്കെ കാണും. അപ്പൊ ആ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡില് ക്ലിക്ക് ചെയ്യാം. ഒരു കൊട ചാരി വെച്ചിരിക്കുന്ന പോലെ കാണാം. ഇപ്പൊ കാണാമോ? ക്ലിയർ ആയി. അപ്പൊ ഞാൻ ഈ അഡ്മിറ്റ് കൊടുക്കേണ്ട വരുമോ? അല്ല, വേണ്ട, അതെല്ലാം ഞങ്ങൾ ചെയ്തോളൂ മാഡം. ഓക്കെ. നമസ്തേ. ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് ഹോമിയോപ്പതിക്കാരുടെ ഈ ഒരു ഇത്രയും നല്ലൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ നിങ്ങളുടെ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ക്ലാരിറ്റി ഉണ്ടോ? ഉണ്ട്. അപ്പോ ഞാനൊരു സാധാരണ കലാകാരിയാണ്. ഡോക്ടേഴ്സ് ഒന്നുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ്. പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിലും, അതായത് ആയുർവേദമായാലും ഇംഗ്ലീഷ് ആയാലും ഹോമിയോപ്പതി ആയാലും ഒന്നും തന്നെ എനിക്ക് അത്തരം കാര്യങ്ങളിൽ വലിയ വിവരവുമില്ല. പക്ഷെ രോഗങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ഒരു രോഗി ആയാൽ നല്ല ഡോക്ടർ ആവാം എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നല്ല രോഗിയായാൽ ഒരു നല്ല ഡോക്ടർ ആവാം. കാരണം ഒരുവിധം എല്ലാ അസുഖങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ താനെ ഡോക്ടറായി പോവും. അതാണ് ഏറ്റവും വലിയ കുഴപ്പവും ആൾക്കാരുടെ. കാരണം സ്വന്തം ചികിത്സ തുടങ്ങും, അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് ആ ഒരു വിഷയത്തിനെ കുറിച്ചല്ല ഇന്ന് ഞാൻ ആദ്യം മാതൃദിനത്തോടുള്ള നിങ്ങളുടെ പരിപാടി ആയതുകൊണ്ട് മാതൃപഞ്ചകം, ശങ്കരാചാര്യരുടെ മാതൃപഞ്ചകം ഓർക്കാതെ എനിക്കിത് തുടങ്ങാൻ പറ്റില്ല. എൻ്റെ അമ്മ എപ്പോഴും അത് വായിക്കുമായിരുന്നു, പുസ്തകം എടുത്തു വെച്ച് നന്നായിട്ട് വായിക്കുമായിരുന്നു. അപ്പോ അമ്മ അതിലെ ഓരോ ശ്ലോകങ്ങളും വായിച്ചിട്ട് അർത്ഥങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു. എത്രമാത്രം അർത്ഥവത്താണ് അതിലെ ഓരോ വരികളെന്നുള്ളത് ശരിക്കും എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ശങ്കരാചാര്യരുടെ മാതൃപഞ്ചകം അത് മനസ്സിലാവുമ്പോൾ തന്നെ അമ്മയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മളൊക്കെ ഇപ്പൊ കളിയാക്കി പറയാറുണ്ട്, മാതൃദിനം എന്ന് പറഞ്ഞൊരു ദിനം വേണോ, എന്താണ് എന്നും അമ്മയ്ക്കുള്ള ദിനമല്ലേ? ഒക്കെ ശരിയാണ്. പക്ഷെ കാലം ചെല്ലുന്തോറും ഓർക്കുന്നത് നല്ലതാണ്. എല്ലാം അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒക്കെ ഇപ്പോ കാലം വളരെ വ്യത്യസ്തമായ പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
ഇത്തരം കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് നല്ലതാണ്, മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ് എല്ലാ കാലത്തും. ഒരു അമ്മ ഒരിക്കൽ ഒരു മകന്റെ അടുത്ത് അവന്റെ തലയിൽ തൊട്ടിട്ട് തലോടി അവൻ കിടക്കുകയാണ്. അപ്പൊ തലോടി കൊണ്ട് ചോദിച്ചു, ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള ആൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ മകൻ പറഞ്ഞു, ഞാനാണ് അമ്മ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് വളരെ സന്തോഷായി. അമ്മ തലോടി കഴിഞ്ഞിട്ട് തിരിഞ്ഞു നടന്നുപോയി. അങ്ങനെ വാതിലിന്റെ അവിടെ എത്തിയപ്പോ അമ്മ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, മോനെ ആരാണ് ഭാഗ്യവാൻ എന്നൊന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അമ്മേ ഞാനല്ല, ഭാഗ്യമുള്ള ആൾ അമ്മ തന്നെയാണ്. അപ്പൊ അമ്മയ്ക്ക് അത്ഭുതമായി. അമ്മ പറഞ്ഞു, അയ്യോ നീ ഇപ്പോഴല്ലേ പറഞ്ഞത് നീയാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ എന്ന്, പിന്നെ എന്താണ് നീ ഇങ്ങനെ മാറ്റി പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോ ആ മകൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അമ്മയുടെ കൈ എന്റെ തലയിൽ ഇരുന്നപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായിരുന്നു. എനിക്ക് ആ അനുഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാത്തിൽ നിന്നും രക്ഷ നേടുന്ന പോലെ, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും ഒരു സുരക്ഷ എനിക്ക് കിട്ടുന്നത് പോലെ തോന്നിയിരുന്നത് അമ്മയുടെ കൈ എന്റെ തലയിൽ ഇരിക്കുമ്പോഴായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണെന്ന്. പക്ഷേ അമ്മ നടന്നു പോയപ്പോ എന്റെ തലയിൽ നിന്ന് അമ്മയുടെ കൈ പോയി, ആ സ്പർശനം എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോ ഞാനല്ല ഇപ്പോൾ ഭാഗ്യവാൻ, അമ്മ തന്നെയാണ് ഭാഗ്യവതി. അത് എത്ര അർത്ഥവത്തായ ഒരു കഥയാണെന്ന് ഞാൻ പിന്നീട് പലപ്പോഴും ഓർത്തു നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു മാതൃദിനത്തിൽ നമ്മൾ അതൊക്കെ ഓർക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. വളരെ ചെറിയ കാര്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ അർത്ഥവത്തായ ഒരു കഥയാണത്. അത്തരം കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, നമ്മൾ തന്നെ ഓർമ്മിപ്പിക്കുക, നമ്മളുടെ അമ്മയെ ഓർക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ മുറിയിൽ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി, ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാൻ രാത്രി കിടക്കാൻ സമയത്ത് ഒരിക്കലും ഞാൻ ആ പടത്തിലേക്ക് നോക്കില്ല. കാരണം എന്താണെന്നറിയാമോ? കണ്ടാ കരഞ്ഞു തുടങ്ങും, കണ്ടാൽ കരച്ചിൽ വരും. ഒരു 5 നിമിഷത്തിൽ കൂടുതൽ എനിക്ക് ആ ഫോട്ടോയിലേക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. കാരണം കരയും, വെറുതെ കരഞ്ഞുകൊണ്ട് കണ്ണ് നിറഞ്ഞ് കൂടുതൽ മൂടുമ്പോ ഒന്നും കാണാൻ സാധിക്കില്ല, അമ്മയും കാണാനില്ല അച്ഛനെയും കാണാനില്ല, അതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കാം. അതുകൊണ്ട് ഒരിക്കൽ പോലും മനസ്സിൽ ഓർക്കുമെന്നല്ലാതെ ആ ഫോട്ടോയിലേക്ക് 5 മിനിറ്റ് കൂടുതൽ ഞാൻ നോക്കാറില്ല. രാത്രി കിടക്കാൻ നേരത്ത് പ്രത്യേകിച്ച് ഉടനെ തുടങ്ങും ജലദോഷം, കഫക്കെട്ടും തലവേദനയൊക്കെ കൂടിയിട്ട്. കൂടുതൽ സമയം നോക്കാതിരിക്കുക, പ്രാർത്ഥിക്കുക അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട്. അതല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇല്ലാണ്ടാവുമ്പോഴാണല്ലോ വേദന കൂടുതൽ അറിയുക, അല്ലെ? ഉള്ള കാലത്ത് നമുക്ക് മനസ്സിലാവില്ല, ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മുടെ ആ നഷ്ടം നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത്. ആ ഒരു അമ്മ ഉള്ളവരോട് ഞാനത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ചേർത്ത് പിടിച്ചോളൂ. എത്ര കാലം ഉണ്ടാവുമെന്ന് ആർക്കും ഒരു നിശ്ചയവും ഇല്ല. എന്തായാലും ഇത്രയും നല്ലൊരു സന്ദർഭം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ തന്നതിൽ നന്ദിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതില് വളരെ നന്ദി. നമസ്കാരം. ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കണം. അത് അത് പറഞ്ഞല്ലോ, ആദ്യം ആദ്യം തന്നെ പറഞ്ഞു. ശരി ശരി, ഓക്കെ മാഡം, നന്ദി. ആസ്ഥാൻ താവതീയം പ്രസൂതി സമയേ ദുർവാരൂലകഥ. അപ്പൊ ഇത് അടുത്ത പറയുന്നത്, അതിനെ നമ്മുടെ മഹാകവി ഉള്ളൂർ വളരെ ലളിതമായി പറഞ്ഞു, ചൂടാനും ഘനമായി തോന്നുന്ന ദോഹദകാലത്തിൽ ചുമന്നിരിപ്പു ദുർബര ഗർഭം സുഖേന ജനയിത്രി. അപ്പൊ നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണത്തിന്റെ വിഷയം തന്നെ ഈ മാതൃപഞ്ചായത്തെ ബേസ് ചെയ്താണ്. നമ്മുടെ സംസ്കൃത പണ്ഡിത കൂടിയായ ഡോക്ടർ രമാദേവി അമ്പാടി അതിലേക്ക് ക്ഷണിക്കുകയാണ്. മാഡം തുടങ്ങിക്കോളൂ. കേൾക്കാമോ? കേൾക്കാം. ആദ്യമായി ഈ 1352 ദിനത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന ഈ മാതൃദിനത്തിലേക്ക് മുഖ്യ പ്രഭാഷകയായിട്ട് എന്നെ ക്ഷണിച്ചതിൽ ഞങ്ങളോടുള്ള നന്ദിയും സ്നേഹവും എല്ലാം ഞാൻ അറിയിക്കുകയാണ്. ഈ ഒരു മുഖ്യ പ്രഭാഷണം നടത്തണമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് അമ്പാടിയമ്മയാണെന്ന് മനോജ് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയണ്ടേ, എൻ്റെ ഉള്ളിലെ സന്തോഷവും എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ വന്നു കയറി. അതായത് ഞാൻ മാധു പരം ദൈവതം എന്നാണ്, അമ്മയെക്കാട്ട് വലിയ ദൈവം ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോ ആ സ്ഥാനത്തേക്കാണ് എന്നെ മനോജ് കരുതിയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന് ഒന്നുകൂടെ ഞാൻ നന്ദി പറയുകയാണ്. പണ്ട് ഒരു ഇതുണ്ട്, അതായത് എന്താ പറയാ, ദൈവത്തിന് എല്ലാവരും മനുഷ്യരെല്ലാവരും വിളിക്കുമ്പോ അവിടേക്കെല്ലാം ഓടിയെത്താൻ ദൈവത്തിന് കഴിയണില്ല, ഈശ്വരന് കഴിയില്ല. അപ്പോ ഈശ്വരൻ അമ്മമാരെ സൃഷ്ടിച്ചു എന്നാ പറയണത്. അപ്പൊ അമ്മയ്ക്ക് അത്ര വലിയ സ്ഥാനമാണ്.
നമ്മുടെ ഭഗവാൻ ശ്രീരാമൻ പോലും പറയുന്നത് പെറ്റ അമ്മയെക്കാളും പിറന്ന മണ്ണിനെക്കാട്ടിലും മഹത്തരമായിട്ട് ഈ ലോകത്തില് ഒന്നുമില്ല എന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അമ്മയുടെ സ്ഥാനം, അമ്മയുടെ ഇത് നമ്മളെല്ലാം അമ്മമാരാണ്. ഒരു എന്താ പറയുന്ന, ഒരു കുഞ്ഞ് ജനിച്ചാല് ഒരു പെൺകുട്ടി, ഒരു പെൺകുട്ടിയെയും ഒരു ആൺകുട്ടിയെയും കൂടി കുറെ കളിപ്പാട്ടങ്ങളുടെ ഇടയിൽ കൊണ്ടുവിട്ടാല് ആ കുട്ടി അതിൽ നിന്ന് ഒരു പെൺകുട്ടി ഒരു പാവ എടുക്കും, ആൺകുട്ടി ഒരു വണ്ടിയോ തോക്കോ അതും ഇതൊക്കെ എടുക്കും. മനസ്സിലായി? അവളുടെ സ്ഥായിയായ ആ ഒരു വികാരമാണ് അവിടെ പ്രകടിപ്പിച്ച് കാണുന്നത്. പിന്നെ ഈ എന്താ പറയണേ, ആ ഈ അമ്മയെ പറ്റി സ്മരിക്കുക എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ശ്രീമതി ഊർമിള ഉണ്ണി പറഞ്ഞ പോലെ മാതൃപഞ്ചകമാണ്. മാതൃപഞ്ചകം ശ്രീ ആദി ശങ്കരാചാര്യർ എഴുതിയതാണ്. അപ്പൊ മാതൃപഞ്ചകത്തിനെ പറ്റി ഞാൻ എന്തെങ്കിലും വാക്ക് പറയുന്നതിന് മുമ്പ് ആദിശങ്കരനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിന്റെ അർത്ഥവും അതിന്റെ സാഹചര്യവും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ആദിശങ്കരനെ പറ്റി ഒന്ന് പറയട്ടെ. കാലടിയില് ആര്യാമ്പ, ശിവഗുരു എന്ന് 2 ദരിദ്ര ബ്രാഹ്മണ ദമ്പതികൾ ഉണ്ടായിരുന്നു. അവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ വളരെ വൈകി. അപ്പോ തൃശ്ശൂര് വടക്കനാഥ ക്ഷേത്രത്തില് ഭജന ഇരുന്നിട്ടാണ് അവർക്കൊരു കുട്ടി ഉണ്ടായത്. അപ്പോ ആ ശിവന്റെ അവതാരമാണ് ആ കുട്ടി എന്നാണ് എല്ലാവരും സങ്കല്പിക്കുന്നത് ഇപ്പോ. കാരണം ആ കുട്ടിയുടെ 3 വയസ്സിൽ അച്ഛൻ മരിച്ചു. അത് കഴിഞ്ഞ് അപ്പൊ വിധവയാണ്, ദരിദ്ര കുടുംബത്തിലാണ്. ആ അമ്മ വളരെയധികം ത്യാഗം സഹിച്ചാണ് ഈ മകനെ വളർത്തിയെടുത്തത്. അത് അടുത്തൊരു കൃഷ്ണക്ഷേത്രമുണ്ട്. അവിടെ പോയിട്ട് പാല് കൊണ്ടുപോയി അത് അഭിഷേകം ചെയ്തിട്ട് ആ പ്രസാദമായിട്ട് കിട്ടുന്ന ആ പാല് കൊടുത്താണ് ഈ കുഞ്ഞിനെ വളർത്തിയത്. അതായത് ഭക്തി ഊട്ടി വളർത്തി എന്നർത്ഥം. മനസ്സിലായോ? അപ്പൊ 3 വയസ്സ് മുതൽ കുഞ്ഞ് അങ്ങനെ വളർന്നു. 7 വയസ്സായപ്പോൾ ഒരു നല്ല തപസ് കൊണ്ടും സ്വാധ്യായം കൊണ്ടും എല്ലാം മാത്രം നേടാൻ കഴിയുന്ന വേദശാസ്ത്ര ഉപനിഷത്തൊക്കെ ഈ 7 വയസ്സുള്ള കുട്ടി സ്വായത്തമാക്കിയിരുന്നു. പിന്നെ ആ 3 വയസ്സ് മുതലും ഒരു ഓർമ്മ വെച്ച നാള് മുതല് ഈ മകൻ എപ്പോഴും അമ്മോട് പറയും എനിക്ക് സന്യാസിയാവണമെന്ന്. അപ്പൊ ഒക്കെ അമ്മ കരഞ്ഞോണ്ട്, പറ്റില്ല മോനെ, നീ എന്റെ ഏകപുത്രനാണ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ഈ അമ്മ കരഞ്ഞോണ്ട് പറയും. അങ്ങനെ ഇരുന്ന അമ്മയെ കൊണ്ട് ഒരു വിധത്തിലും സമ്മതിപ്പിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ ഒരു മായ പോലെ ഒന്നുണ്ടാക്കിയിട്ടാണ് ശങ്കരൻ സന്യാസത്തിലേക്ക് പോയതെന്ന്. അതായത് അവിടെ പൂർണ്ണനദിയിൽ കുളിക്കാൻ പോകുമ്പോഴ് ഒരു മുതല, അതേ അമ്മ എന്നെ ഒരു മുതല കടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മായ ഇവിടെ മുതല ഉണ്ടാക്കിയിട്ട് കടിക്കുന്നതായിട്ട് കാണിച്ചപ്പോ അമ്മോട് പറയും, ഒന്നുകിൽ മുതല എന്നെ കൊല്ലും, അല്ലെങ്കിൽ അമ്മ പ്രാർത്ഥിക്കണം എന്നെ സന്യാസിയാവാൻ വിടാമെന്ന്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മുതല വിട്ടേക്കെന്ന് പറയും. ഉടനെ അമ്മയല്ലേ, അമ്മ വിചാരിക്കും സന്യാസി ആയാലും വേണ്ടില്ല, എന്റെ കുട്ടി ജീവിച്ചിരുന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് അമ്മ സന്യാസി ആവാൻ സമ്മതിക്കും. അപ്പൊ 8 വയസ്സില് കുട്ടി എല്ലാം ത്യജിച്ച് സന്യാസി ആവാനായിട്ട് പോവാണ്. പോണ സമയത്ത് അമ്മയോട് ഒരു വാക്ക് പറയും, അമ്മ എപ്പോ എന്നെ സ്മരിച്ചാലും ഞാൻ ആ സമയത്ത് അമ്മയുടെ അടുത്ത് വരും എന്ന് പറയും. അപ്പൊ ഈ അമ്മയാണെങ്കിൽ അങ്ങനെ അത്രയും നല്ലൊരു അമ്മയുടെ മകൻ അത്രയും നല്ല അമ്മയായിരിക്കുമല്ലോ, അല്ല അത്രയും നല്ല മകന്റെ അമ്മ അത്രയും നല്ല അമ്മയായിരിക്കുമല്ലോ. അപ്പൊ ഈ അമ്മയാണെങ്കിൽ മകനെ ഇങ്ങനെ സ്മരിച്ച് ശല്യപ്പെടുത്തിയില്ല. അമ്മ മകന്റെ ഓരോ വളർച്ചയും അറിയുന്നുണ്ടായിരുന്നു. എന്നാലും മകനെ കാണണം എന്നുള്ള ആഗ്രഹം ആ അമ്മ പ്രകടിപ്പിച്ചില്ല. പക്ഷെ ഈ സമയം മരിക്കാനുള്ള സമയമായി എന്ന് ഈ ആര്യാമ്പയ്ക്ക് തോന്നിയപ്പോ അപ്പൊ ഈ അമ്മ സ്മരിച്ചു, എന്റെ കുട്ടിയെ ഒന്ന് എനിക്ക് കണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ഇങ്ങനെ സ്മരിച്ചതും. അപ്പൊ ആ സമയത്ത് ശങ്കരാചാര്യര് സർവജ്ഞപീഠമല്ല, കാശ്മീരിൽ പോയിട്ടാണ് സർവജ്ഞപീഠം കയറിയത്. ആ കാശ്മീരിൽ പോയി സർവജ്ഞപീഠം കയറി ശൃംഗേരിയിൽ വെച്ച് ശിഷ്യരുമൊത്ത് ഈ വേദപഠനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അമ്മയുടെ സ്മരണ ഈ മകന് മനസ്സിലാവുന്നത്. അതൊക്കെ നമുക്ക് എന്താ പറയണേ, അതൊക്കെ ദിവ്യജ്ഞാനം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ അമ്മ സ്മരിക്കുന്നുണ്ട് എന്ന് മകൻ അറിഞ്ഞ വഴിയെ ഈ ശിഷ്യരോട് പറയും, ഞാൻ എന്റെ അമ്മ സ്മരിക്കുന്നുണ്ട്, എന്നെ അമ്മയുടെ പ്രയാണകാലമായി, അപ്പൊ അതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്, നിങ്ങൾ പതുക്കെ വന്നോളൂ, ഞാൻ വായുവേഗത്തിലാണ് പോകാൻ പോണേന്നും പറഞ്ഞുകൊണ്ട് ശിഷ്യരോട് പറഞ്ഞിട്ട് വായുവേഗത്തിൽ ഈ ശങ്കരാചാര്യരുടെ അമ്മയുടെ അടുത്തെത്തും. അമ്മയുടെ അടുത്തെത്തുമ്പോ മുറിയിലേക്ക് കയറുമ്പോ തന്നെ മനസ്സിലായി അമ്മ മരിക്കാൻ പോവുകയാണെന്ന്. അപ്പോ ആ സമയത്ത് ഈ ശങ്കരാചാര്യര് വിചാരിക്കും അമ്മ സന്തോഷമായിട്ട് മരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മയുടെ ഇഷ്ടവിഗ്രഹമായ ശ്രീകൃഷ്ണനെ ഭജിക്കും. ഭജിച്ചിട്ട് ആദ്യം ശിവനെയാണ് ഭജിക്കുന്നത്. അപ്പൊ ശിവനെ ഭജിക്കുമ്പോ ശിവൻ പ്രത്യക്ഷമാവും.
പക്ഷെ ശിവന്റെ രൂപം എന്ന് വെച്ച് കഴിഞ്ഞാല് പാമ്പിന്റെ മാല, പാമ്പിന്റെ വള, പാമ്പിന്റെ ഇതെല്ലാം സർവം സർപ്പമയമാണല്ലോ. അപ്പൊ ഈ അമ്മ ഒന്ന് പേടിക്കും. നമുക്ക് എന്തായാലും പാമ്പിനെ കണ്ടാൽ പേടിയുണ്ടാവുമല്ലോ. അപ്പൊ അമ്മ ഒന്ന് പേടിക്കുന്നത് കണ്ട വഴിയെ മകൻ വേഗം മനസ്സിലായി. ഉടനെ അമ്മയുടെ വിഗ്രഹമായ ശ്രീകൃഷ്ണനെ ഭജിക്കും. അപ്പൊ അമ്മ തൊട്ട് നോക്കുമ്പോ അമ്മയ്ക്ക് കണ്ണു തുറക്കാനൊന്നും പറ്റണില്ല. തൊട്ട് നോക്കുമ്പോ അത് ഇങ്ങനെ ഇത് വനമാലയും കയ്യില് കങ്ങണവും എല്ലാം കാണുമ്പോഴത്തേക്കും അമ്മയ്ക്ക് മനസ്സിലായി ഇത് ഭഗവാൻ. അപ്പൊ ഈ അമ്മയുടെ ഈ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മകൻ ശങ്കരൻ പറയും, അമ്മ അത് മഹാവിഷ്ണുവാണ്, ഞാൻ അമ്മയെ ഭജിച്ച് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നതാന്ന് പറയും. അപ്പൊ ആ സമയത്ത് അമ്മ മകനെ നോക്കും. മകനെ ഒന്ന് കണ്ണു തുറന്ന് അപ്പോഴാണ് അമ്മ മകനെ കാണുന്നത്. അമ്മ കാണുമ്പോ അമ്മയുടെ മനസ്സിലെ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ, ദൈവമേ, എൻ്റെ മകൻ എത്ര ഉന്നതനായി, മഹാവിഷ്ണുവിനെ ഭജിച്ച് എൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കാൻ പറ്റിയ അത്ര ഉന്നതനായി എൻ്റെ മകൻ എന്ന് പറഞ്ഞ് എന്ന് വിചാരിച്ച് ആ അമ്മ കണ്ണടച്ചു. കണ്ണടച്ചു കഴിയുമ്പോ ആ ശരീരത്തിന്റെ കാൽക്കൽ ഇരുന്നുകൊണ്ട് ശ്രീശങ്കരൻ പറയുന്നതാണ് ഈ മാതൃപഞ്ചകം. ആ സമയത്ത് അപ്പ ജപിക്കുന്നതാണ് ഈ മാതൃപഞ്ചകം. ആ മാതൃപഞ്ചകം കേട്ട് കഴിഞ്ഞാല് നമുക്കൊക്കെ എന്താ പറയുന്നേ, മനസാക്ഷിയുള്ളവന് അത് സങ്കടത്തിൽ, ഇപ്പൊ ഊർമിള പറഞ്ഞ പോലെ അത് എന്താ പറയാ, ഒരു തുള്ളി കണ്ണീരില്ലാതെ അത് മുഴുവനാക്കാൻ നമുക്കൊന്നും സാധിക്കില്ല. നമുക്കതൊന്ന് പതുക്കെ നോക്കാം, ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. കാരണം അത് വിവരിക്കാനാണെങ്കിൽ ദിവസങ്ങളോളം വിവരിക്കാൻ പറ്റും അതിൽ ഓരോ വാക്കുകളും. അപ്പോ അത് നമുക്ക് ആദ്യം എന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരവ്യൂലവ്യഥ നൈരുച്യം തനു ശോഷണം മലമയീ ശയ്യാച സാംവത്സരീ ഏകസ്യാപി ന ഗർഭഭാരവരണ ക്ലേശസ്യ യസ്യാക്ഷമോ ധാതും നിഷ്കൃതിമുന്നതോപി തനയഃ തസ്യൈ ജനന്യൈ നമഃ. ആ അമ്മയ്ക്ക് നമസ്കാരം. ഏതമ്മയ്ക്ക്? അതായത് ഞാൻ പറയാണ്, അമ്മയുടെ പ്രസവ വേദനയൊക്കെ, അതായത് ഇരുമ്പ് കമ്പി, ചൂടാക്കിയ ഇരുമ്പ് കമ്പി കുത്തിത്തറയ്ക്കുന്ന പ്രസവ വേദന ഞാൻ ഇപ്പൊ പറയുന്നില്ല, അത് പിന്നെ ഞാൻ പറയാം. പക്ഷെ അതിനു മുൻപുള്ളത് ഞാൻ പറയട്ടെ. അതായത് നൈരുച്യം, അതായത് രുചിയില്ലായ്മ, പിന്നെ തനുശോഷണം. ഈ രുചിയില്ലായ്മ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കളാണെങ്കിലും കഴിക്കാൻ പറ്റൂല. ഛർദിലും, അത് കാണുമ്പോ തന്നെ ഛർദിയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സ്മെല്ല് കേൾക്കുമ്പോൾ ഛർദിയായിരിക്കും. എന്നാലും ഈ അമ്മ കഴിക്കും. കാരണം എന്താ പറയുമ്പോ ഉള്ളിലൊരു കുഞ്ഞു വളരുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കഴിക്കും. പക്ഷെ അതിനനുസരിച്ച് അമ്മയുടെ ശരീരം ശോഷിച്ചു പോകും. അപ്പോ നൈരുച്യം, അത് രുചിയില്ലായ്മ, ക്ഷീണിച്ച ശരീരം, അതുപോട്ടെ. അത് കഴിഞ്ഞ് പ്രസവിച്ചപ്പോ എല്ലാം സുഖമായി. പ്രസവിച്ചല്ലോ എന്ന് വിചാരിച്ചോണ്ട് ഇതായിട്ടില്ല, അവര് ഫ്രീ ആയില്ല. അപ്പോഴും അവര് മലമയീ ശയ്യാച സാംവത്സരി, ഒരു കൊല്ലത്തോളം മലത്തിലും മൂത്രത്തിലും കിടന്ന് ഈ കുഞ്ഞു വളരുകയാണ്, കുഞ്ഞിനെ വളർത്തുകയാണ്. പണ്ടത്തെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പോലെ ഡയപ്പറും അതും ഇതൊന്നും ഇല്ലല്ലോ. പണ്ട് പ്രത്യേകിച്ച് ദരിദ്രയായ ഒരു ബ്രാഹ്മണ സ്ത്രീ. അപ്പോ പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ ചേച്ചിയുടെ ഒക്കെ എൻ്റെ അനിയത്തിയുടെ ഒക്കെ സമയത്ത് വലിയൊരു തുണി വെക്കും. തുണി വെച്ചിട്ട് പിന്നെ ഇതിന്റെ അവിടെ വെക്കും. കുഞ്ഞു മൂത്രം ഒഴിക്കുമ്പോ അത് പതുക്കെ ചുറ്റി വെക്കും, എന്നിട്ട് ഇത്തിരിയും കൂടി നീട്ടി വെക്കും. അങ്ങനെ ഒരു മുണ്ടൊക്കെ തന്നെ ആയിരിക്കും 5-6 പ്രാവശ്യം കൊണ്ട് ഇങ്ങനെ പതുക്കെ നീട്ടി വെച്ച് ഇത് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോഴേ അടുത്തുള്ള, അന്ന് ഇല്ല ഇതൊന്നും ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ഇന്നത്തെ പോലെ ആവശ്യമായിട്ട് ചെലവാക്കാനുള്ളതൊന്നും ഇല്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഈ പിന്നെ നമ്മുടെ മേത്തൊക്കെ മലവും മൂത്രവും ഒക്കെ ആയിക്കഴിഞ്ഞാലും അമ്മയല്ലേ, അവിടെ ഒരു വെറുപ്പോ അറപ്പോ ഒന്നുമില്ല. അങ്ങനെ ആ ഒരു കൊല്ലത്തോളം അങ്ങനെ കിടന്ന ആ സമയം, ആ ഗർഭഭാരവും അത് കഴിഞ്ഞിട്ടുള്ള ആ സംരക്ഷണവും അതിന് ഒരു പകരം നൽകാനായിട്ട് ഈ ലോകത്ത് ഒരു പുത്രന് പോലും സാധിക്കില്ല എന്നാണ് ആരാ പറയുന്നത്? ശങ്കരാചാര്യ പറയുന്നത്. ജഗദാചാര്യനാണ്. ആ ശങ്കരാചാര്യനാണ് പറയുന്നത്, ഈ ലോകത്ത് മകൻ എത്ര ഉന്നതനായാലും, അതായത് അമ്മ പറഞ്ഞു, നീ എത്ര ഉന്നത മകനെ, എന്റെ മഹാവിഷ്ണുവിനെ എനിക്ക് കാണിച്ചു. അപ്പൊ പറയണം, അമ്മ അതൊന്നുമല്ല. അമ്മ സഹിച്ച് ആ ഗർഭഭാരത്തിലും ആ ഒരു എന്നെ വളർത്തിയ ആ സാഹചര്യമൊക്കെ നോക്കുമ്പോ ഇതൊന്നുമല്ല. ഒരു ലോകത്തിലെ ഒരു മകനും
അവൻ എത്ര ഉന്നതനായാലും അമ്മയ്ക്ക് അമ്മയുടെ ആ ഭരണവും ഗർഭ സമയത്തുണ്ടായ അവന്റെ അമ്മയുടെ ബുദ്ധിമുട്ടും അത് കഴിഞ്ഞിട്ട് അവനെ വളർത്താനുള്ള ബുദ്ധിമുട്ടും ഒന്നിനും ഒരു പകരം നൽകാൻ ഈ ലോകത്ത് ഒരു മകനും പറ്റില്ല എന്ന് പറയാം. അതുപോലെ തന്നെ പിന്നെ രണ്ടാമത് പറയുന്നത് ഗുരുകുലം ഉപസൃത്യ സ്വപ്നകാലേതു ദൃഷ്ട്വാ യതി സമുചിത വേഷം പാരുതോ മാം ത്വമുച്ചൈ ഗുരുകുലമത സർവം പ്രാരുദത്തേ സമക്ഷം സപതി ചരണയോസ്തേ മാതരസ്തു പ്രണാമം. അതായത് ഒരു ദിവസം ഈ അമ്മ മകന്റെ ഉപനയനം കഴിഞ്ഞു. അപ്പോ ഗുരുകുല വിദ്യാഭ്യാസമാണ്. അപ്പൊ ഗുരുകുലത്തിലേക്ക് വിട്ടേക്കാണ്. ഒരു ദിവസം ഈ അമ്മ സ്വപ്നം കാണും മകൻ സന്യാസം സ്വീകരിച്ചു എന്ന്. അമ്മ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നേരം വെളുപ്പിച്ചിട്ട് ആ വേഷത്തോടു കൂടി തന്നെ ഈ ഗുരു ആശ്രമത്തിലേക്ക് ചെന്നിട്ട് അപ്പൊ ചെന്ന് മകനെ അങ്ങോട്ട് തൊട്ട് തലോടുകയാണ്. അപ്പൊ നോക്കുമ്പോ സ്വപ്നത്തില് സന്യാസിയുടെ വേഷത്തിൽ നിൽക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടേക്കണേ. മകൻ ആ സന്യാസി വേഷമൊന്നും മകൻ ധരിച്ചിട്ടില്ല, സന്യാസി ആയിട്ടില്ല എന്ന് കണ്ടപ്പോ ആ സന്തോഷം കൊണ്ട് അമ്മ ഈ മകനെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരയാണ്. മോനെ, നീ എന്നെ ഉപേക്ഷിച്ച് പോയി എന്നാ ഞാൻ വിചാരിച്ചേ, ഞാൻ സ്വപ്നം കണ്ടത് അങ്ങനെയാണ്, എന്റെ കുട്ടി പോയിട്ടില്ലല്ലോ, എന്റെ കുട്ടി അങ്ങനെ എന്നെ ഉപേക്ഷിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുമ്പോഴ് എന്തുണ്ടായേ, ഈ ഗുരുനാഥനും മറ്റുള്ള ശിഷ്യഗണങ്ങളും പോലും കരഞ്ഞുപോയി എന്നാ പറയണത് ഈ അമ്മയുടെ വേദന കണ്ടിട്ട്. കാരണം അമ്മ അത്രയധികം വേദനിച്ചു. എന്നിട്ടാണ് ഈ അമ്മ മുതല പിടിക്കാൻ പോയപ്പോ സന്യാസം ചെയ്യാൻ അനുവദിച്ചത്. അപ്പൊ ആ അമ്മയ്ക്ക് എന്റെ പ്രണാമം എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രവൃത്തി പറയുന്നത് ന ദത്തം മാതസ്തേ മരണസമയേ തോയമഭിവ സ്വധാവാനോദേയ മരണ ദിവസേ ശ്രാദ്ധവിധിന ന ജപ്തോ മാതസ്ഥേ മരണസമയേ താരകമനുഹു അകാലേ സംപ്രാപ്തേ മയുഗുരുദയാം മാതുരതുലാം. അതായത് അമ്മയുടെ മരണസമയത്ത് ഞാൻ അമ്മയുടെ വായിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു തന്നില്ല. കാരണം ഈ മകൻ ശങ്കരൻ സന്യാസി ആയപ്പോ മാതൃപിണ്ഡവും പിതൃപിണ്ഡവും സ്വപിണ്ഡവും വെച്ചിട്ടാണ് സന്യാസിയാവുന്നത്. അതായത് അമ്മ മരിച്ചു, അമ്മയ്ക്ക് ഞാൻ പിണ്ഡം വെച്ചു. അച്ഛൻ മരിച്ചു, അച്ഛന് ഞാൻ പിണ്ഡം വെച്ചു. ഞാൻ തന്നെ മരിച്ചു, എനിക്കും ഞാൻ പിണ്ഡം വെച്ചു. എങ്ങനെ 3 പിണ്ഡം വെച്ചിട്ടാണ് സന്യാസം സ്വീകരിക്കുന്നത്. ആ സമയത്ത് ആ സ്ഥിതിക്ക് മരിക്കാൻ പോകുന്ന അമ്മയുടെ വായില് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു സാധാരണ സ്ത്രീക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ പോലെ വിചാരിക്കാൻ ഈ ശങ്കരൻ എന്തായാലും സാധ്യമല്ല. അപ്പൊ അമ്മയുടെ വായിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഒഴിക്കേണ്ടി വരും. അപ്പൊ അത് എന്താണ് ശരിയല്ല. കാരണം മാതൃപിണ്ഡം നടത്തിയതാണ്. അമ്മ മരിച്ചു കഴിഞ്ഞു ഈ മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് ആ വെള്ളം കൊടുത്തില്ല. അതുപോലെ തന്നെ ദത്തം മാതസ്ഥേ മരണസമയെ തോയമിവ സ്വധാവാനോദേയ. അതായത് എപ്പോഴും പറയുന്നത് നമ്മള് ദേവേഭ്യോ നമഃ എന്നാണ് പറയുക. അതുപോലെ തന്നെ അഗ്നയെ സ്വാഹ എന്ന് പറയും. അതുപോലെ തന്നെ പറയുന്നത് പിതൃഭ്യോ സ്വധ എന്നാ പറയുന്നത്. നമ്മൾ മരിച്ചുപോയവർക്ക് നമ്മൾ ശ്രാദ്ധം കൂട്ടുമ്പോൾ ആ സ്വധ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പോ അമ്മയോട് ആ സ്വധ പറഞ്ഞ് അമ്മയ്ക്ക് ഒരു ശ്രാദ്ധം കൂട്ടാൻ പോലുള്ള കഴിവ് എനിക്ക് ഇല്ലല്ലോ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മകൻ കരയുന്നത്. അതുപോലെ തന്നെ ന ജപ്തോ മാതസ്ഥേ മരണസമയേ താരകമനുഹു. അതായത് ഈ മരണസമയത്ത് അമ്മയുടെ ചെവിയില്, അതായത് നമ്മൾ മരിച്ചാല് നമ്മുടെ പ്രാണൻ അപ്പൊ തന്നെ അങ്ങ് വിട്ടുപോകില്ലെന്നാ പറയണേ. ഒരു 3.5 വിനാഴിക ആ പ്രാണൻ അവിടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പറയണേ. ആ സമയത്ത് ഒന്നുകിൽ ഈ എന്താ പറയണേ കാശിയില് പോയി മരിച്ചാൽ മോക്ഷം കിട്ടും, അല്ലെങ്കിൽ പുത്ര സവിതേ മരണം. അങ്ങനെ ഇത് രണ്ടും ആണെങ്കിലും മോക്ഷം കിട്ടും. കാരണം എന്താ വെച്ചാൽ കാശിയിലെ വിശ്വനാഥൻ എപ്പോഴും സർവ്വസമയവും താരകാമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും. താരകാമന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാല് രാമനാമമാണ് താരകാമന്ത്രം. അതായത് അഷ്ടാക്ഷരിയായ നാരായണായ നമഃ എന്നുള്ളതിലെ രായും പഞ്ചാക്ഷരിയായ ശിവായ നമഃ എന്നുള്ളതിലെ മായും ചേർന്നതാണ് രാമ. അപ്പോ നമ്മള് ഈ രാമമന്ത്രം ജപിച്ചു കഴിഞ്ഞാല് ആ ജീവൻ മുക്തി വരും എന്നാണ് പറയുന്നത്. പക്ഷെ ഈ മകന്, ഈ എല്ലാത്തിനും കഴിവുള്ള ഈ മകന് അമ്മയുടെ ചെവിയില് താരകമന്ത്രം ജപിക്കാൻ സാധ്യമല്ല. അപ്പോ സാധാരണ എല്ലാവരും ഈ ഒരു മക്കള് ഈ അമ്മ മരിക്കുമ്പോഴ് മകൻ
അമ്മയെ മടിയിൽ കിടത്തിക്കൊണ്ട് അമ്മയുടെ ചെവിയില് ഇടത്തെ ചെവി അടച്ചു പിടിച്ചിട്ട് വലത്തെ ചെവിയില് രാമമന്ത്രം ചൊല്ലും. അതായത് രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം എന്ന് പറയും. അങ്ങനെ പറഞ്ഞാല്, അങ്ങനെ 3 പ്രാവശ്യം പറയുമ്പോ ആ അമ്മയ്ക്ക് മുക്തി നേടി, അല്ലെങ്കിൽ ആ അച്ഛന് ആ ജീവന് മുക്തി നേടി എന്നാ പറയണേ. പക്ഷെ ഇവിടെ ആ താരകമനു ചൊല്ലാൻ ഏറ്റവും പ്രാപ്തനായിട്ടുള്ള ഒരു ആളാണ് ശങ്കരാചാര്യർ. പക്ഷെ സ്വന്തം അമ്മയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല. കാരണം അമ്മയ്ക്ക് എത്രയോ നാൾ മുമ്പ്, ഞാൻ സന്യാസം സ്വീകരിക്കുന്ന സമയത്ത് തന്നെ അമ്മ മരിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് പിണ്ഡം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, 3.5 വിനാഴികയ്ക്കുള്ളിൽ വേണം അത് ചെയ്യാൻ. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ താരകമന് ചെയ്യാനും പോലും എനിക്ക് സാധ്യമല്ലല്ലോ അമ്മേ. അങ്ങനെ ഞാൻ അസമയത്ത് എല്ലാം കൊണ്ടും അസമയത്തായിട്ടാണല്ലോ ഞാൻ വന്നേ. അങ്ങനെ എനിക്ക് എന്നോട് അമ്മയെ അതുലാം ദയാം കുരുന്ന്, അമ്മേ തീരാത്ത ദയ എന്നോട് ഉണ്ടാവണേ അമ്മേ, എന്നോട് ക്ഷമിക്കണേ അമ്മേന്നാണ് ഈ മകൻ പറയുന്നത്. ഡോക്ടറെ പിന്നെ സമയത്തിന്റെ പ്രശ്നം, ഡോക്ടറെ സമയത്തിന്റെ പ്രശ്നമുണ്ട്, അല്പം വേഗം പറയാം. മുക്താമണിസ്ത്വം നയനം മമേതി രാജേതി ജീവേതി ചിരം സുതത്വം ഇത്യുക്തവത്യാസ്തവ രാജിമാതഃ ദദാമ്യഹം തണ്ടുലമേവ ശുഷ്കം. മോനെ കുട്ട, എന്റെ കണ്ണേ, എന്റെ രാജാവേ, എന്റെ ജീവൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെയൊക്കെ അമ്മമാര് നമ്മളെയൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ പറഞ്ഞിട്ടുണ്ടാവുക. ഏറ്റവും സുന്ദരി, ലോകത്തിലേക്ക് ഏറ്റവും സുന്ദരി ആയിരിക്കും ഞാനെന്നായിരിക്കും എന്റെ അമ്മ വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഓരോരുത്തരും സുന്ദരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നീ ചിരഞ്ജീവിയായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച ആ അമ്മയുടെ വായില് ഒരു പിടി ഉണക്കലരി, അതായത് വായ്ക്കരി പോലെ, വായ്ക്കരി ഇടാൻ ഒരു ശവശരീരം എന്നുള്ള നിലയില് വായ്ക്കരി ഇടാൻ മാത്രമേ ഈ ശങ്കരാചാര്യന് യോഗം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വായ്ക്കരി ഇടാൻ മാത്രമല്ലേ എനിക്ക് സാധിച്ചുള്ളൂ അമ്മേ എന്നും പറഞ്ഞ് കരയാണ്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞു, ഈ ഗർഭകാലത്തുണ്ടായ ആ വേദന അവിടെ ഇരിക്കട്ടെ, ഞാനത് പിന്നെ പറയാമെന്ന്. അതാണ് പറയുന്നത്, അമ്പേതി താതേതി ശിവേതി തസ്മിൻ പ്രസൂതികാലേ യഥോജ ഉച്ചൈഹി കൃഷ്ണേതി ഗോവിന്ദ ഹരേ മുകുന്ദേത്യ അഹോജനന്യൈ രജിതോയമഞ്ജലി. അതായത് അമ്മേ, അച്ഛാ, ശിവനെ, കൃഷ്ണ, ഗോവിന്ദ, ഹരേ മുകുന്ദ എന്നൊക്കെ പറഞ്ഞ അമ്മ ഉച്ചത്തില് കരഞ്ഞ് വിളിച്ചിട്ടായിരിക്കും എന്നെ പ്രസവിക്കുന്ന സമയത്തുള്ള വേദന സഹിച്ചത്. ആ അമ്മയുടെ മുമ്പില് എനിക്ക് എന്റെ കൂപ്പുകയോടുകൂടി നമസ്കരിക്കാൻ മാത്രമല്ല എനിക്ക് കഴിയുള്ളൂ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശങ്കരാചാര്യര് സങ്കടപ്പെടുന്നതാണ്. പിന്നെ ഞാൻ ഒരു 2 മിനിറ്റ് കൂടി എനിക്ക് തരുമോ? അതായത് എന്റെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം, ഇപ്പൊ അമ്മയെ പറ്റി പറയുമ്പോഴ് പേഴ്സണലായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് 18 വയസ്സില് അന്യമതക്കാരന്റെ കൂടെ പോയി എനിക്ക് അച്ഛനോടും അമ്മയോടും ഞാൻ തീരാത്ത ദോഷമാണ് ചെയ്തതെന്ന് എനിക്കറിയാം. ഒരു 58 വർഷത്തിന് മുമ്പുള്ളതാണ്. പക്ഷേ എൻ്റെ അമ്മ മരിക്കുമ്പോഴും എൻ്റെ അച്ഛൻ മരിക്കുമ്പോഴും ഞങ്ങൾ 10 മക്കളിൽ 5-ാമത്തെ ആയ ഞാൻ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഈ താരകമന്ത്രം ജപിക്കുന്ന കാര്യം എൻ്റെ സാറ് എനിക്ക് പഠിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് എൻ്റെ അമ്മയുടെയും എൻ്റെ അച്ഛൻ്റെയും കാതില് ജപിക്കാൻ സാധിച്ചു. അത് എപ്പോഴും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് എല്ലാ അമ്മമാരെയും സ്മരിച്ചുകൊണ്ട്. വളരെ നന്നായിരുന്നു. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ട മുന്നമായി. നമുക്ക് അടുത്ത ശാന്താചന്ദ്രൻ ഡോക്ടറെ വിളിക്കാം. ശാന്താചന്ദ്രൻ ഡോക്ടറെ, അടുത്തൊരു മാതൃമുഖമാണ് ഡോക്ടർ ശാന്താചന്ദ്രൻ. അൺമ്യൂട്ട് ചെയ്യൂ ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്യൂ. എല്ലാവർക്കും നമസ്കാരം. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ നമ്മുടെ സംസ്കാരം പഠിക്കുന്നത്. സത്യം പറഞ്ഞ ഊർമിള ഉണ്ണി അത് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. ഊർമിള ഉണ്ണി പറഞ്ഞപ്പോഴും ക്ഷമയുടെ സംസാരത്തിൽ നിന്നും പ്രഭാഷണത്തിൽ നിന്നും ശരിക്കും മനസ്സാകെ വല്ലാത്ത ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ. നമുക്ക് അങ്ങോട്ട് ആ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒന്നും പറയാനില്ല. അതുകൊണ്ട് എനിക്ക് ഈ മാതൃദിനത്തിൽ എല്ലാ അമ്മമാർക്കും നമ്മുടെ അഗാധമായ നന്ദിയും
അഭിനന്ദനവും അറിയിക്കാം. അമ്മമാരായ നമ്മൾക്ക് സ്വയം അഭിമാനിക്കുകയും ചെയ്യാം, സന്തോഷിക്കുകയും ചെയ്യാം. ലോകത്തുള്ള ഓരോ അമ്മമാരുടെയും കഠിനാധ്വാനത്തെയും ക്ഷമയെയും അനന്തമായ സ്നേഹത്തെയും നമുക്ക് അംഗീകരിക്കാം. നമ്മുടെ അമ്മമാരെ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യാം. അവരുടെ സ്നേഹവും പ്രയത്നവും നിസ്സാരമായി എടുക്കില്ലെന്ന് ഉറപ്പാക്കാം. അവരുടെ സമൃദ്ധമായി അർഹിക്കുന്ന സമയം, ശ്രദ്ധ, അംഗീകാരം എന്നിവയുടെ സമ്മാനം നൽകാം നമ്മുടെ അമ്മമാർക്ക്. അമ്മമാരായ നമ്മുടെ സ്നേഹം ഈ ലോകത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും മാതൃദിനാശംസകൾ നേരും. ഒരു കവികളും അമ്മയുടെ മഹത്വം വാഴ്ത്തി പാടാത്ത കവികളില്ലെന്ന് തന്നെ പറയും. ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികളാണ്. അമ്മയല്ലാതൊരു ദൈവമുണ്ട്, അതിലും വലിയൊരു കോവിലുണ്ട്, കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. മനസ്സ് അമ്മയിലാണ് ഇപ്പൊ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. വളരെ ഹോമിയോപ്പതി മരുന്ന് പോലെ വളരെ ചെറിയ ഡോസ് ആണെങ്കിലും വളരെ ആഴത്തിലുള്ള വാക്കുകളായിരുന്നു നമ്മുടെ ശാന്താചന്ദ്രൻ ഡോക്ടർ. അത് ഡോക്ടറും ഈ രണ്ട് രമാദേവി ഡോക്ടറും ശാന്താചന്ദ്രൻ ഡോക്ടറും ഈ ഇൻഫെർട്ടിലിറ്റി രംഗത്തെ വളരെ അതികായകരാണ്. അതുപോലെ തന്നെയാണ് ഉള്ള ഒരാളാണ് അടുത്തതിന് വരാൻ പോകുന്ന ജനനി പ്രോജക്ട്, കേരള ഗവൺമെന്റിന്റെ അഭിമാനം പ്രോജക്റ്റായിട്ട് ജനനി. 2500-ലധികം കുട്ടികൾക്ക് ജന്മം നൽകാൻ കഴിഞ്ഞ ജനനിയായ ഡോക്ടർ ശ്രീവിദ്യയെ ക്ഷണിക്കുകയാണ് മാതൃസ്മരണയ്ക്കായിട്ട്. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന്. എനിക്ക് ഊർമിള മാഡത്തിനും പിന്നെ അതുപോലെ മാതൃസ്ഥാനത്ത് കാണുന്ന രമാദേവി മാഡം, ശാന്ത മാഡം, മറിയാമ്മ മാഡം, എല്ലാവരും ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ഡോക്ടേഴ്സ് അല്ലാത്തവരും എല്ലാവർക്കും ഞാൻ എൻ്റെ തമിഴിന് നന്ദി. എനിക്ക് ഒരു അവസരം തന്നതിൽ എനിക്ക് അതിൽ അർഹതയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത്രയും ഇങ്ങനെയുള്ള ഒരുപാട് അറിയാത്ത കുറെ കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് എനിക്ക് ശങ്കരാചാര്യരുടെ കൂടുതൽ അറിയില്ല. പക്ഷെ അത് എത്രമാത്രം ആഴത്തിലുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടെന്നും ഇനി അത് വായിക്കാനുള്ള പ്രായമായെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഈ മദേഴ്സ് ഡേ ഉത്ഭവത്തിനെ കുറിച്ച് ഞാനിങ്ങനെ വായിക്കായിരുന്നു. അപ്പൊ അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന ആനി ജെബിസ് ഓഫ് ഫിലാഡൽഫിയ ആണ്. സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ മദേഴ്സ് ഡേ 1907 ആഘോഷിച്ചു തുടങ്ങി. അന്നെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അമ്മയോടൊപ്പം ചെലവഴിക്കാനായിട്ട് കണ്ടിരുന്ന ഒരു ദിവസമായിരുന്നു. അപ്പൊ അത് പിന്നീട് US പ്രസിഡന്റ് അത് മെയ് മാസത്തിലെ 2nd സൺഡേ ആണ് മദേഴ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ മെയ് 12 നമ്മുടെ മദേഴ്സ് ഡേ. പക്ഷെ പിന്നീട് ഞാൻ ആ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലായത് ഇതിന്റെ ഉത്ഭവം ആനി തന്നെ പിന്നീട് ഇത് നിർത്തലാക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പിന്നീട് ആ ഹിസ്റ്ററി വായിക്കുമ്പോൾ മനസ്സിലായിരുന്നു. അപ്പം അതിന് കാരണം എന്ന് പറഞ്ഞാല് ഈ മദേഴ്സ് ഡേ ഒരു കമേഴ്ഷ്യലൈസേഷനിലേക്ക് മാറ്റുന്നതായിട്ട് കാർഡ് വിൽക്കാനും ഗിഫ്റ്റ്സ് കൊടുക്കാനുള്ളൊരു ബിസിനസ് കച്ചവടത്തിലേക്ക് മാറാനായിട്ട് ഈ മദേഴ്സ് ഡേ പിന്നീട് വിനിയോഗിക്കപ്പെട്ടപ്പോൾ ആനി തന്നെ ഈ മദേഴ്സ് ഡേക്ക് ഒരു സ്റ്റോപ്പ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു. അപ്പൊ ഇതിന്റെ ഒരു പ്രസക്തി എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്, ഇന്നും മദേഴ്സ് ഡേ ഒരു വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളിലോ ഒതുങ്ങുന്ന ഒരു രീതി ഇന്നും നമ്മൾ ഈ കാലഘട്ടത്തിലും തുറന്നുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ മദേഴ്സ് ഡേയില് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതിജ്ഞ എന്ന് പറഞ്ഞാല്, ഞാനിത് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോഴാണ് ഈ മദേഴ്സ് ഡേനെ കുറിച്ച് കൂടുതലായിട്ട് വായിക്കാൻ ഇടയായത്. എൻ്റെ മനസ്സിലൊരു പക്ഷെ എല്ലാ ദിവസവും ഞാൻ ഭാഗ്യം ചെയ്ത ഒരാളാണ്. കാരണം 70 വയസ്സിലുള്ള ഒരു അമ്മ എനിക്കുണ്ട്. എല്ലാ ദിവസവും ഒരു വാട്സപ്പ് കോളിൽ അമ്മയുടെ മുഖം കണ്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ ഇത് മദേഴ്സ് ഡേ ഞാൻ അമ്മയെ വിളിച്ച് മദേഴ്സ് ഡേ എന്ന് വിഷ് ചെയ്തു. പക്ഷെ ഹിസ്റ്ററി വായിക്കുമ്പോഴാണ് അമ്മയുടെ കൂടെ ചെന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ദിവസമാണ് സത്യത്തിൽ നമ്മൾ ഈ മദേഴ്സ് ഡേ ആയിട്ട് ആചരിക്കേണ്ടത്.
അത് ചിലപ്പോൾ നമ്മളുടെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റുന്നില്ലെങ്കിലും പറ്റുന്നവർക്കൊക്കെ ആ ഒരു പ്രസൻസ് ഒരുപാട് സന്തോഷം നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കും. അപ്പൊ ഞാൻ ഈ ഒരു മദേഴ്സ് ഡേയിൽ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും എൻ്റെ അമ്മയുടെ അടുത്ത് പോയി നിൽക്കാൻ എനിക്ക് പറ്റണം എന്നുള്ളതാണ്. കാരണം ഇനി എത്ര ഉള്ളതെന്ന് അറിയില്ല. പക്ഷെ അമ്മ എന്നുള്ളത് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്നെ സംബന്ധിക്കുന്ന എന്ത് ക്രൈസിസ് വന്നാലും ഞാൻ എനിക്ക് വേണ്ടി ഏറ്റവും വിശ്വാസത്തോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറയുന്നത് എൻ്റെ അമ്മയോടാണ്. കാരണം അമ്മ പ്രാർത്ഥിച്ചാൽ ഞാൻ ഏത് പ്രശ്നവും തരണം ചെയ്യും എന്നുള്ളത് എനിക്ക് വളരെയധികം ഒരു കോൺഫിഡൻസ് ആണ്. അതെൻ്റെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നും ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. ഈ ഒരു പ്രായത്തിലും എനിക്ക് കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. കാരണം അമ്മ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ആട്രിബ്യൂട്ട് ടു വിമൻസ് ഫുഡാണ്. അമ്മയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും, എസ്പെഷ്യലി ഞാൻ പറയുന്ന പുരുഷനാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ വിമൻഹുഡിനെയും അമ്മയും സ്നേഹിക്കുന്നവർക്ക് എല്ലാ സ്ത്രീകളെയും സ്നേഹിക്കാൻ കഴിയുന്നുള്ള ഒരു പ്രകൃതിയുടെ ആവശ്യമാണ് മാതൃഭാവം എന്നുള്ളത്. അപ്പൊ ഞാൻ വരുന്ന ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ സ്വയം അനലൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, there is an energy. എൻ്റെ മകള് എങ്ങനെയുണ്ട്, അവൾ എങ്ങനെ ആയിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവളുടെ ഒരു ഫോൺ കോൾ എനിക്ക് വരാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. സോ ദർ ഇസ് എ യൂണിവേഴ്സൽ അട്രാക്ഷൻ, സ്ട്രെങ്ത് ഉണ്ട്. ഒരു അമ്മയുടെ മനസ്സ് വേദനിച്ചാലും സന്തോഷിച്ചാലും അതിൻ്റെ എല്ലാ ഒരു പ്രതിഫലനം എന്തായാലും ഈ പ്രകൃതിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഒരു അമ്മയുണ്ടെങ്കിൽ അവരോട് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറാം. ഒരു അമ്മയാണെങ്കിൽ കൂടുതൽ അമ്മയുടെ ക്വാളിറ്റീസ് ഉണ്ടാക്കാം. പിന്നീട് എനിക്ക് ഈശ്വരനോട് നന്ദി പറയാൻ പറ്റിയത് ഈ മാതൃഭാവം എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു അനുഭവിക്കാൻ എല്ലാവരും കൊതിക്കുന്ന ഒന്നാണ്. അപ്പം പലപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് അത് ലഭ്യമാവാതെ പോകുമ്പോൾ അതില് ഈശ്വരൻ എനിക്ക് അങ്ങനെ ഒരു അവസരം തരികയും ഒരുപാട് പേര് ആ ഒരു സന്തോഷം പങ്കിടുന്നത് കാണാനും ഉള്ളൊരു ഭാഗ്യം ലഭിച്ചതാണ്. അപ്പൊ അത് ഞാൻ ഈശ്വരന് നന്ദി പറയാം. അപ്പൊ ഈ ഒരു മാതൃദിനത്തിൽ മാതൃസ്ഥാനത്തിൽ നിൽക്കുന്ന എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത രമാദേവി മാഡം, ശാന്ത മാഡം, മറിയാമ്മ മാഡം, ശൈല ഡോക്ടർ, അങ്ങനെ ജമുന മാഡം, ഒരുപാട് പേര്, ഞാൻ നിങ്ങളെല്ലാവരെയും ഈ മാതൃദിനത്തിൽ വന്ദിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ കാണുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞു. നന്ദി, നമസ്കാരം. അതെ, തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും ഇതിന് സർവ്വതാ യോഗ്യയായ ഒരു വ്യക്തി തന്നെയാണ് ഡോക്ടർ ശ്രീവിദ്യ. ദൗർഭാഗ്യവശാൽ നമ്മുടെ ജമുന മാഡത്തിന് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മാഡം യാത്രയിലാണ്, ഇതുവരെ കണക്ട് ആയിട്ടില്ല. എന്നാലും പറഞ്ഞ പോലെ നമ്മുടെ ഭാരതത്തിന്റെ ഇതിഹാസങ്ങൾ എന്ന് പറയുമ്പോൾ രാമായണമായാലും മഹാഭാരതമായാലും അമ്മമാർക്ക് പ്രത്യേകിച്ച് റോൾ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവായ അമ്മയും നെഗറ്റീവായ അമ്മയും ഉണ്ട്. ഇപ്പൊ കുന്തി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അമ്മയാണെങ്കിൽ ദുര്യോധനെ വളർത്തിയ നെഗറ്റീവ് അമ്മയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് സുമിത്രയും കൗസല്യയും പോസിറ്റീവായ അമ്മമാരാകുമ്പോൾ കൈകേയിയായ മാതാവ് എനിക്ക് വനവാസം തന്നു. പക്ഷെ പറയുന്ന വാദമുണ്ട്, ഇപ്പോൾ ഭുജിക്കാൻ അവസരമില്ലമേ ക്ഷിപ്രം അരണ്യവാസത്തിന് പോകണം എന്ന് പറഞ്ഞ് രാമൻ വളരെ മര്യാദാ പുരുഷോത്തമനെ രാമനെ കാണുന്നു. അതുപോലെ ബൈബിളിൽ കാണാൻ പുത്രന്റെ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ യേശുക്രിസ്തുവിന്റെ കുരിശിത്തറത്തിലേക്ക് ദുഃഖിക്കുന്ന മകനെ മടിയിലെടുത്തിരിക്കുന്ന കന്യാമറിയത്തെ കാണാം. അപ്പൊ ഈ അമ്മമാരുടെ ദുഃഖം ലോകത്തിന്റെ ദുഃഖമായി തന്നെ പലപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ആ അവസരത്തില് മക്കളെ വളർത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ദുര്യോധന്മാർ ഉണ്ടാകാൻ സൂക്ഷിക്കുക എന്നുള്ള കൂടി ഒരു ഉത്തരവാദിത്തം കൂടി ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജമുന മാഡം ജോയിൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി ആർക്കെങ്കിലും ഇതിനകത്ത് ഈ ഒരു മാതൃദിനത്തിൽ എന്തെങ്കിലും ആശംസകളോ അഭിപ്രായങ്ങളോ പറഞ്ഞാൽ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. നമുക്കൊരു 5 മിനിറ്റ് സമയമുണ്ട്. ജമുന മാഡം ജോയിൻ ചെയ്തിട്ടില്ല. സീനാസുരൻ ഡോക്ടറെ, നമ്മുടെ എനർജറ്റിക് ആയ ഡോക്ടർ സീനാസുരൻ ഉണ്ടോ? ഭദ്രൻ ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? ഭദ്രൻ ഡോക്ടറെ, ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. നമുക്കൊരു 10 മിനിറ്റ് സമയം അതിനായിട്ട് ഉപയോഗിക്കാം.
അല്ലെങ്കിൽ നമ്മുടെ ആസ്ഥാന ഗായകന ഹ്യൂബർട്ട് ഡോക്ടർ ഉണ്ട്. ഹ്യൂബർട്ട് ഡോക്ടറെ ആ കന്യാമറയത്തെ മറവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾക്കാവോ പറയോ? കേൾക്കാവോ? പിന്നെ കേൾക്കാം. ആ അമ്മയുടെ ശരീരമാണ് നമ്മുടെ ശരീരം. മെഡിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പകുത്തു തരുന്ന ശരീരമാണ് നമ്മുടെ എല്ലാവരുടെയും ശരീരമായിട്ട് മാറും. ലോകത്ത് മറ്റാർക്കും നമുക്ക് തിരിച്ചൊന്നും കൊടുക്കാനായിട്ട് കഴിയാത്ത ഒരു വ്യക്തിത്വം. എല്ലാ മക്കളും ഒരു മക്കൾക്കും തന്നെ ലോകത്തില് അമ്മമാർക്ക് തിരിച്ചു കൊടുക്കാനായിട്ടൊന്നും കഴിയില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്നത് മാതൃത്വം അങ്ങ് വല്ലാത്ത ലെവലിലോട്ട് ഇപ്പോൾ പലപ്പോഴും ലോകത്തിന്റെ പല ഭാഗത്തും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുകയാണ്, ഒരു കാലത്ത് നമ്മൾ ചിന്തിച്ചിരുന്നതിൻ്റെ ഒക്കെ ഉപരിയായിട്ട് നേരെ വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് ലോകം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. കൊച്ചു മക്കളെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പത്രങ്ങളിലൊക്കെ വായിക്കുന്ന പത്രങ്ങളിൽ നമ്മൾ കണ്ട ഒരുപാട് ന്യൂസുകളുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഈ ലോകത്ത്? പണ്ട് നമ്മൾ ഒരു കാലത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ ഓരോ പ്രമുഖരായിട്ട് എല്ലാ ഇവിടെ കൂടിയ എല്ലാ മാതാക്കളും പറഞ്ഞുണ്ടായി, അതിന്റെ മഹത്വത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി, മാതൃത്വത്തിന്റെ മഹത്വത്തെ കുറിച്ച്, അതിനെ വില കൽപ്പിക്കാനായിട്ട് കഴിയാത്ത ഇത്. പക്ഷെ ഇന്ന് ലോകം മൊത്തം അങ്ങ് അമ്മ ആവാൻ ആഗ്രഹിക്കാത്തവരാണ് ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് ചെറുപ്പക്കാരുടെ ഇടയിൽ. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, എഞ്ചിനീയേഴ്സ് പ്രത്യേകിച്ച് അവരെൻ്റെ അടുത്ത് പറയാണ്, ഒരു വ്യക്തികളും എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായിട്ടുള്ള കുട്ടികളൊക്കെ ഇപ്പോഴും ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ഒരെണ്ണത്തിനും അമ്മമാരാവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം അതിന്റെ പിന്നിലുള്ള ത്യാഗം. പഴയ അമ്മമാര് ഇപ്പൊ നമ്മുടെ അമ്പാടി മാഡം പറഞ്ഞതുപോലെ 10 മക്കള്, ഈ 10 മക്കളെയൊക്കെ വളർത്തിയെടുത്തത് അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുപ്പ് കൂട്ടുന്ന കാര്യമൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. അടുപ്പ് കൂട്ടുക, തീ വെക്കുക, വിറക് വെക്കുക, കത്തിച്ച് അത് വെച്ച് പാചകം ഉണ്ടാക്കുക. ഇന്നത്തെ കാലത്തുള്ള ഒന്നും തന്നെ ഒരു സൗകര്യം ഇല്ലായിരുന്നു. ഗ്യാസോ ഫ്രിഡ്ജോ ഒന്നുമില്ല. ഒരു ആഹാരം പാകം ചെയ്ത് വരുന്നത് തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടിയും. അപ്പോൾ പച്ചവിറക്, ഞാനൊക്കെ കൊച്ചിലെ പോയി പച്ചവിറകൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മൾ അന്നൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് അതിന്റെ പ്രയാസം. അപ്പൊ അതൊക്കെ അത്രയും മക്കളെയൊക്കെ വളർത്തിയെടുത്ത കാലത്ത് ഇന്ന് ഇത്രയും സുഖ സൗകര്യങ്ങൾ വരുന്ന സമയത്ത് ഈ അതിന്റെ പിന്നിലുള്ള ത്യാഗത്തെ അനുഭവിക്കാനായിട്ട് ഒരു അംശം പോലും അനുഭവിക്കാനായിട്ട് ഇന്നത്തെ തലമുറ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കാണുന്ന ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ അമ്മമാരൊക്കെ പഴയ അമ്മമാരൊക്കെ മരിച്ചത് അവരൊക്കെ സ്വർഗത്തിലോട്ട് പോവുള്ളൂ. ഇന്നുള്ള ജനറേഷൻ എന്തായിരിക്കും അവരുടെ ഭാവിയെ കുറിച്ച് ഇങ്ങനെ ഞാൻ ആലോചിക്കാന്ന്. ഓരോ ആത്മാവിന്റെയും ഗതിയെ കുറിച്ച് ആലോചിച്ചിട്ട് പലപ്പോഴും എനിക്ക് ഭയം തോന്നുന്നു. ഈ ഒരു മെസ്സേജാണ് ഞാൻ പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ ആ അമ്മമാരെ നമ്മള് ഹൃദയം കൊണ്ട് വന്ദിക്കുന്നു. ഓക്കെ, അമ്മമാർക്ക് എല്ലാവർക്കും. സലിംകുമാർ ഡോക്ടർ ഉണ്ട്. സലിംകുമാർ ഡോക്ടറെ സംസാരിക്കാമോ? വ്യക്തമായ കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ് ഏത് കാര്യത്തെ കുറിച്ച്. ഡോക്ടർ സലിംകുമാർ സംസാരിക്കാമോ? ഇതുപോലൊരു വിഷയത്തില് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മള് മനുഷ്യൻ മാത്രം ഇങ്ങനെ അമ്മമാര് അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കളെ വാർദ്ധക്യകാലത്ത് ഇത് ചെയ്യുന്നു. പ്രകൃതിയിലേക്ക് നോക്കിയാൽ അങ്ങനെ ഒന്നും പ്രകൃതിയിലില്ല. അപ്പൊ അതൊരു പ്രകൃതി വിരുദ്ധമായ നടപടിയല്ലേ? എന്റെ മനസ്സിലൊരു കുസൃതി ചോദ്യം പലപ്പോഴും എനിക്ക് ആദ്യകാലത്ത് മറുപടി കിട്ടിയിരുന്നില്ല. ഒരു ജീവിയും അതിന്റെ അച്ഛനമ്മമാരെ പരിപാലിക്കുന്നില്ല. അപ്പൊ ഇത് ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു. അപ്പൊ ഇതിലെന്തോ ആ ഒരു തർക്കം ഞാൻ പലരോടും ചോദിച്ചിട്ട് പലരും എനിക്ക് ഉത്തരം കിട്ടില്ല. അപ്പൊ എനിക്കൊരു മഹർഷിയായ ഒരു ആചാര്യൻ എനിക്ക് പരിചയമുണ്ട്. ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഒരു ഗുരുവായിട്ട് കാണുന്നതാണ്, ഋഷിദേവ് നരേന്ദ്രൻജി. അപ്പൊ അതിന് സിമ്പിളായിട്ട് ഉത്തരം തന്നു. വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത്. കാരണം വേറൊരു ജീവിക്കും ഇത്രയും കാലം ഉള്ള ഒരു അവസ്ഥയില്ല. മനുഷ്യനെ പ്രസവിച്ചിടുന്നത് ഒന്നിനും കൊള്ളാത്ത ഒരു സാധനമായിട്ടാണ്. മറ്റു ജീവികളൊക്കെ രണ്ടാം ദിവസം അപ്പൊ തന്നെ എഴുന്നേറ്റ് ഓടും, അല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ. ഇത് മനുഷ്യന് മാത്രമേ വർഷങ്ങളോളം ഇങ്ങനെ പരിപാലനം വേണ്ടി വരുന്നുള്ളൂ. അപ്പൊ അതിന് ഒരു തിരിച്ചുകൊടുപ്പ് പ്രകൃതിയിൽ ആവശ്യമാണ്. അത് പ്രകൃതി അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കരുതൽ നമ്മുടെ സമൂഹത്തിൽ വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഉത്തരം എനിക്ക് തൃപ്തിയായ കിട്ടിയ ഉത്തരവാണ്. അത് തന്നെ ആയിരിക്കും ശരി. ഓക്കെ, വളരെ ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ വളരെ ഇന്റലിജന്റ് ആണ്. നമ്മള് ചില മെഡിസിനെ കുറിച്ച് പറയുമല്ലോ. ഇപ്പൊ ഹനുമാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, ലീസ്റ്റ് പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ഇൻ ദ വേൾഡ്.
ബാക്കി വളരെ നന്നായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓരോ ജീവികളും അതിൻ്റെതായ കഴിവുണ്ട്. പക്ഷെ യാതൊരു കഴിവില്ലാതെ ജനിച്ചു വീഴുന്ന ഒരു ജീവി എന്ന മനുഷ്യനേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പിന്നെ വേറൊരു കാര്യം സലീം ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പഴയ യുഗത്തിൽ ശരിക്കും പറഞ്ഞ വിവിധ ആശ്രമങ്ങളില് ഈ പറഞ്ഞ സന്യാസം, വാനപ്രസ്ഥം സന്യാസം ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നില്ല. അപ്പൊ ഈ യുഗത്തിന്റെ ധർമ്മമാണ് ഈ പറഞ്ഞതെന്ന് നമുക്ക് ഒരു നിഗമനത്തിൽ എത്തേണ്ടി വരും. ജയചന്ദ്രൻ ഡോക്ടറെ, നമ്മുടെ ഇസ്മായിൽ സേഡ്സന്റെ ക്ലാസ്മേറ്റ് ആണ് ജയചന്ദ്രൻ ഡോക്ടർ. ഡോക്ടറെ സംസാരിക്കാമോ? കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ ഗുണം അറിയുള്ളൂ എന്ന് പറയുന്നത് പോലെ കണ്ണില്ലാതെ വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുകൾ അറിയുന്നത്. നമ്മളെ അമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹം അമ്മമാർ നമ്മിൽ നിന്നും പോകുമ്പോഴാണ് നമ്മൾ നമുക്ക് അത് അനുഭവപ്പെടുന്നത്. എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഞാൻ എങ്ങോട്ട് പോകണമെങ്കിലും അമ്മയുടെ പെർമിഷൻ മാറ്റി പോകാറുള്ളായിരുന്നു. അമ്മ മരണപ്പെട്ടു പോയി. ഇപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ ഞാൻ അമ്മയുടെ പടം വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അമ്മയുടെ അടുത്ത് ടാറ്റ പറഞ്ഞിട്ട് ആണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് എന്തോ ഒരു ആത്മധൈര്യമാണ്. എങ്ങോട്ട് പോയാലും അമ്മ പറയില്ലുണ്ടല്ലോ, അമ്മ ഉണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ അമ്മമാർ ജീവിച്ചിരിക്കുന്ന ആ അമ്മമാർ നമ്മൾ ഒരു തരത്തിൽ നിന്ദിക്കാൻ പാടില്ല. അവര് കണ്ണ് നനയത്തക്ക രീതിയിൽ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. അമ്മ പോയി കഴിഞ്ഞാൽ അമ്മയുടെ സ്ഥാനത്ത് നമ്മുടെ ചേച്ചി ഉണ്ടാവും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയും അടുത്ത 2 മാസത്തിനകത്ത് മരിച്ചുപോയി. അങ്ങനെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏകനാണ് എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, ചെറുമക്കളുണ്ട്. അവരുമായിട്ട് അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. പക്ഷെ അമ്മയെപ്പറ്റി ഓർക്കാത്ത ഒരു ദിവസം ഒരു നിമിഷവും നമ്മുടെ ആരുടെയും മനസ്സിലോ ജീവിതത്തിലോ ഉണ്ടാകത്തില്ല. എല്ലാവർക്കും അമ്മയുടെ സ്നേഹം മനസ്സിലെങ്കിലും ഉണ്ടാകട്ടെ, അത് ഒരിക്കലും മറക്കാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ എല്ലാ അമ്മമാരെയും വന്ദിച്ചുകൊണ്ട് ഞാൻ ഈ സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെ, ജയചന്ദ്രൻ ഡോക്ടർ ജീവിതത്തിൽ അമ്മ എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളത് ഡോക്ടർ സംസാരവും ശരീരഭാഷയും കണ്ടറിയാം. ഡോക്ടർ വളരെ സൂക്ഷിച്ച് സംസാരിക്കുക, വളരെ സൂക്ഷിച്ച് നടക്കാറുള്ളൂ. ഓരോ ചുവടും വെക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ വ്യത്യസ്തനായ വ്യക്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സേഡ് സാറിന്റെ ബാച്ചാണ്. അപ്പൊ നല്ല പ്രായമുണ്ട്, വളരെ സീനിയർ ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ പൊളൈറ്റ് ആയ ഒരു മനുഷ്യൻ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സ്വാധീനം ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാൻ സമയം വരുന്നുണ്ട്. പേരിൽ തന്നെ അമ്മയുള്ള മറിയാമ്മ ഡോക്ടറെ നമുക്ക് വിളിക്കാം. ഡോക്ടർ മറിയാം ഒന്ന് കൺക്ലൂഡ് ചെയ്യുക, നന്ദി പറയുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പെട്ടെന്ന് എന്ത് പറയണമെന്ന് തന്നെ എനിക്ക് വരുന്നില്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമയിലേക്ക് ഞാനൊന്ന് കിടക്കാം. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ 1352 പ്രതിദിന സൂം വെബിനാറായി ഇന്ന് നടത്തപ്പെടുന്ന ഈ ലോക മാതൃദിനത്തോടനുബന്ധിച്ച പരിപാടി ഡോക്ടർ ഷീബ റാണിയുടെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കാൻ സാധിച്ചു. നെയ്യാറ്റിങ്കര ഹോമിയോ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറായ ഷീബ റാണിയോടുള്ള സ്നേഹം അറിയിക്കട്ടെ. നമ്മളുടെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം സ്വന്തം അമ്മയെയും അച്ഛനെയും സ്മരിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ചലച്ചിത്ര താരം ശ്രീമതി ഊമുള ഉണ്ണി മാഡത്തിന് IFPHന്റെയും ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിലെ മുഖ്യ പ്രഭാഷണം നടത്തി നമ്മളെ എല്ലാവരെയും കരയിപ്പിച്ച നമ്മുടെ IFPHന്റെ സ്വന്തം അമ്മയായ ഡോക്ടർ രമാദേവി അമ്പാടി മാഡത്തിന് സന്തോഷപൂർവ്വം നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അതുപോലെ തന്നെ മാതൃസ്മരണയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുപോയ അനേകം കുഞ്ഞുങ്ങളുടെ മാതാവായ നമ്മുടെ സ്വന്തം അമ്മയായ ഡോക്ടർ ശാന്താചന്ദ്രൻ മാഡത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. യമുന മാഡത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിലും യമുന മാഡത്തെ കുറിച്ച് പറയുമ്പോഴും മാതൃസ്നേഹത്തോടെയാണ് എല്ലാ ജീവനക്കാരോടും ഇടപെട്ടിട്ടുള്ളത്. എല്ലാവരെയും ഒരുപോലെ മോനെ മോളെ എന്നുള്ള അത് വിളിക്കാൻ എല്ലാവർക്കും സാധിക്കുകയില്ല. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വിളിക്കാൻ പോയാൽ പോലും പറ്റുകയില്ല. പക്ഷെ വളരെ സ്നേഹപൂർവ്വം എല്ലാവരെയും
എല്ലാവരോടും ഇടപെടുകയും അങ്ങനെ എന്നെ ഒരു അമ്മയെ പോലെ നമ്മളോട് ഇടപെടുകയും ചെയ്ത മാഡത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എന്തോ സാഹചര്യം കൊണ്ട് മാത്രമായിരിക്കും മാഡത്തിന് വരാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ഹോമിയോപ്പതി വകുപ്പിലെ ജനനി എന്ന പദ്ധതിയിലൂടെ 1000 കുഞ്ഞുങ്ങളുടെ മാതാവായ എറണാകുളം ഗവൺമെന്റ് ഹോമിയോപ്പതി ആശുപത്രിയിലെ സൂപ്രണ്ട്, എനിക്ക് സഹോദരി തുല്യമായ ശ്രീവിദ്യ ഡോക്ടറെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. ഡോക്ടർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ സ്വാഗതം ആശംസിച്ച IFPHന്റെ മോഡറേറ്ററും ഹോമിയോപ്പതി വകുപ്പിലെ ചീഫ് മെഡിക്കൽ ഓഫീസറുമായിരുന്ന ഡോക്ടർ പി ശൈല ഡോക്ടർക്ക് പ്രത്യേകം നന്ദി സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മാതൃദിനത്തിന്റെ ചുക്കാൻ പിടിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മനോജ് ഡോക്ടർക്ക് പ്രത്യേകം ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കട്ടെ. ഇത് കൂടാതെ ഈ സൂമില് മാതൃ സ്മരണം നടത്തിയ നമ്മുടെ ഹ്യൂബർട്ട് ഡോക്ടർ, അതുപോലെ തന്നെ ജയചന്ദ്രൻ ഡോക്ടർ, കുസൃതി ചോദ്യം ചോദിച്ച സലീം കുമാർ ഡോക്ടർ, അതുപോലെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ധനേഷ് ഡോക്ടർ, എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. IFPHന്റെ പുതിയ ഭാരവാഹികൾക്കും ഈ കൂട്ടായ്മയുടെ പ്രാരംഭ പ്രവർത്തകരായ എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും പേരുപേരായി നന്ദി അറിയിക്കട്ടെ. ഈ ചടങ്ങിനെ വിജയമാക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുമാണ്. ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ലോക മാതൃദിനത്തോടനുബന്ധിച്ച് ഈ പരിപാടി ഇത്രയും വിജയകരമായി നടത്തുവാൻ സഹായിച്ച ഈശ്വരന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഡോക്ടറെ, വളരെ ഗംഭീരമായ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത്. അതിനൊരു അഭിനന്ദനങ്ങളും പിന്നെ നാളത്തെ പരിപാടി പ്രത്യേകം എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. നാളെ ഇപ്പൊ ഈ മഞ്ഞപ്പിത്ത മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നാളെ നമ്മൾ മഞ്ഞപ്പിത്തത്തിന് ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ യഹിയ ഡോക്ടറാണ് അത് നയിക്കുന്നത്. തീർച്ചയായും എല്ലാവരും നാളെ ഉണ്ടാവണം എന്ന ഒരു അഭ്യർത്ഥന കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇനിയും നമ്മുടെ ഇതുപോലെ ഈ പൊതുവായ പരിപാടികളും, കാരണം IFPH എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ടുഗദർനെസ്. അപ്പൊ ഇനി ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന് ഒരു പൊതുപരിപാടി ഉണ്ടാകും. ലോക വായനാ ദിനം പ്രമാണിച്ച് ജൂൺ 19-ാം തീയതി പൊതുപരിപാടി ഉണ്ടാകും. അതുപോലെ ജൂൺ 24-ാം തീയതി യോഗാ ദിനത്തിലും ഇതുപോലെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഉണ്ടാകും. എല്ലാവരും നിരന്തരം പങ്കെടുക്കുക, സഹകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.